പശ്ചിമേഷ്യയിലെ കടൽപാതകളിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സാധാരണ സംഘർഷമല്ല, അത് തുറന്ന ശക്തി പ്രകടനമാണ്. ലോകത്തെ പിടിച്ചുകുലുക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവിക ഉപരോധത്തെ നേരിട്ട് വെല്ലുവിളിച്ച് ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുന്നു. അമേരിക്ക പ്രഖ്യാപിച്ച കടുത്ത ഉപരോധം എന്തായിരുന്നു? ഇറാനുമായി ബന്ധമുള്ള കപ്പലുകളെ തടയുക, എണ്ണ കയറ്റുമതി പൂർണ്ണമായി നിർത്തുക, അതിലൂടെ ടെഹ്റാനെ സാമ്പത്തികമായി മുട്ടുകുത്തിക്കുക. ഇതിനുവേണ്ടി 10,000-ലധികം സൈനികരും നിരവധി യുദ്ധക്കപ്പലുകളും വിന്യസിച്ചു. ഉപരോധം നടപ്പാക്കിയ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കപ്പലുകൾ തിരികെ പോകാൻ നിർബന്ധിതരായി. എന്നാൽ അതിനുശേഷം സംഭവിച്ചത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണികളെ അവഗണിച്ച് ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ കഴിയുന്ന ഒരു വൻ ഇറാനിയൻ സൂപ്പർ ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇറാൻ ജലപരിധിയിൽ പ്രവേശിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതും ഒളിഞ്ഞല്ല, തുറന്ന സിഗ്നലോടെ ട്രാക്കിംഗ് സിസ്റ്റം ഓണാക്കിയ നിലയിൽ തന്നെ. ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് ആണ് ഇറാനിയൻ എണ്ണക്കപ്പൽ വിജയകരമായി ഹോർമൂസ് കടന്നുപോയെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യുഎസിന്റെ ഉപരോധങ്ങൾക്കും മേഖലയിലെ സൈനിക സമ്മർദ്ദങ്ങൾക്കും ഇത് കടുത്ത വെല്ലുവിളിയാണെന്നും ഫാർസ് റിപ്പോർട്ട് ചെയ്തു. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ ശേഷിയുള്ള എണ്ണക്കപ്പലാണ് യാതൊരു തടസ്സവും നേരിടാതെ ഹോർമൂസ് കടന്നത് എന്നതാണ് ഇറാന്റെ അവകാശവാദം. യുഎസിന്റെ ഉപരോധ പട്ടികയിൽ ഉണ്ടായിരുന്നു